ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിനൊക്കെ ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണ്. നമ്മുടെ ഈ ക്രോം പാർട്സ് എല്ലാം മങ്ങിപ്പോകും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മങ്ങിപ്പോകും. ഇത് ഏകദേശം ഒരു 1-2 ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്വഭാവം കാണിച്ചു തുടങ്ങും. അതൊന്നും മങ്ങി തുടങ്ങുന്നുണ്ട്. ഇവിടെ നമ്മുടെ എഞ്ചിൻ ബോർഡ് മെയിനായിട്ട് നമ്മുടെ എഞ്ചിൻ പാർട്ടാണ്. നമ്മുടെ ബുള്ളറ്റ് ഇൻ്റർസെപ്റ്റർ എനിക്കുള്ള എല്ലാം അവിടെ ഈ എസ് ഇതെല്ലാം മങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ നല്ല തിളങ്ങിയ സാധനമാണ്. അപ്പോൾ അതൊന്ന് റിക്കവറി എടുക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് ഇങ്ങനെ പഴയ പോലെ വരുമോ ഇല്ലയോ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി നമ്മളിപ്പം 5M ഒരു മെറ്റൽ പോളിഷ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവ് ത്രൂ ഒരു സൈറ്റിൽ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. പവർ വാങ്ങിച്ചിരിക്കുന്നത് 75 രൂപയാണ് അയക്കുന്നത്. 75 രൂപ നമ്മളിപ്പോൾ കൊറിയർ ചെയ്ത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതും അല്ലാതെ നമുക്ക് ഫിൽറ്റർ, നമ്മുടെ പെട്രോൾ ഫിൽറ്റർ ഇതാണ്ട് ഈ ഫിൽറ്റർ ഓൾറെഡി നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതായിരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ ഏകദേശം 2 വർഷം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 1 വർഷം കഴിയുമ്പോൾ മാറ്റി വേറെ ഇട്ട് നമ്മളത് മാറ്റിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് മാറ്റി നമ്മളിതിലൂടെ ഓർഡർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റൽ പോളിഷ് ഇട്ട് നമുക്ക് വല്ലതും യൂസ് വരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ കേൾക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് ഇവിടെ നിന്ന് റബ്ബ് ചെയ്ത് നോക്കാം വല്ലതും വ്യത്യാസം വരുന്നുണ്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് തേച്ച് നോക്കാം എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാമല്ലോ. വ്യത്യാസം കാണിക്കുന്നെങ്കിൽ നമ്മളിതിൻ്റെ വലുതും വാങ്ങിക്കുക. നമുക്ക് അപ്പുറത്ത് പുറത്ത് എല്ലാം നമ്മുടെ ഈ ക്രോം പാർട്സ് എല്ലാം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എഞ്ചിനവിടെ നമ്മുടെ ഒരു ഇൻസ്റ്റലേഷൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിൻ ചെറുതായിട്ട് ചൂടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ഉണങ്ങി പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുക്കാനൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ഇപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു അവസ്ഥ നോക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ഇത് നോക്കാം തേച്ച് കഴിഞ്ഞിട്ട്. ഫ്രണ്ട്സ്, നമ്മുടെ സാധനം നമ്മൾ പോളിഷ് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ മുഖം അവിടെ കാണാം. നമ്മൾ ക്യാമറയൊക്കെ പിടിച്ച് നിന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ ക്ലീനാണ്. ഇപ്പോൾ ഏകദേശം നല്ല വൃത്തി. നേരത്തെ ഒരു ഫോട്ടോ കണ്ട് വെസ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് നേരത്തെ. അപ്പോൾ അതെല്ലാം പോയി നമ്മൾ സെറ്റായിട്ട് ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ സാധനം അടിപൊളി. നമ്മൾ കൈ കൊണ്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ലിക്വിഡ് വെച്ച് പോളിഷ് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് റബ്ബ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് ഇട്ട് നമ്മൾ മെഷീനത് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ഫിനിഷിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ അവസ്ഥ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ചെയ്ത് നമ്മൾ ജസ്റ്റ് സൈഡിലത്തെ കവറുണ്ട്. ഇവിടെ വരുന്നൊരു കവറാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കി. രണ്ടോട് വ്യത്യാസം കണ്ട ഒരു വ്യത്യാസം കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കിയത് എങ്ങനെ ഒരു ഗുണമല്ലോ ഉണ്ടോ. അപ്പോൾ എന്തായാലും ഈ 5M മെറ്റൽ പോളിഷ് ചെയ്യുന്നതിൽ യൂസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെറിയ സാമ്പിൾ വാങ്ങിച്ചത്. അപ്പോൾ 7 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഇനി എഞ്ചിനോട് തേച്ച് നോക്കാം. അപ്പോൾ എല്ലായിടത്തും തേച്ച് നോക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ തേച്ച് നോക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ സാധനം നിന്നും തികയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊരു സെറ്റപ്പ് ഒരു സൈഡ് മൊത്തത്തിൽ സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ ഗിയറിൻ്റെ ലിവറൊക്കെ ഊരി വെച്ചേക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഊരി വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് മൊത്തത്തിലൊന്ന് സെറ്റാക്കാം. നമ്മൾ ക്ലച്ചിൻ്റെ ഇവിടെ ഊരിയിട്ട് യൂസ് ഉണ്ടോ ഉപകാരം ഉണ്ടോ എന്ന് നോക്കാം സാധനം കൊണ്ട്. ഇപ്പം ഇവിടെയൊക്കെ ഇപ്പോൾ തേച്ചപ്പോൾ തന്നെ മനസ്സിലായി സാധനം നൈസാണെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഇവിടെ തേച്ച് നമ്മുടെ ഈ ഫോർക്കൂടെ തേച്ച് നോക്കാം വ്യത്യാസം ഉണ്ടോ. എന്നിട്ട് നമുക്ക് വേറെ വലിയൊരു വാക്യൂം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെയുള്ള ഈ ക്രോം പാർട്സ് എല്ലാം ഇത് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ബഫിംഗ് വീല് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൽ പോയിട്ട് ആയിട്ട് നമുക്ക് പിടിക്കുകയും ചെയ്യാം മൊത്തത്തിൽ. അപ്പോൾ ഫോർക്ക് തേച്ചിട്ട് യൂസ് ഉണ്ട് കണ്ടോ. നമ്മൾ ഒറ്റ നമ്മൾ കൈ കൊണ്ട് തേച്ചോണ്ട് ഇത്രയും ഭാഗത്ത് നമ്മൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം കണ്ടില്ലേ. അവിടെ താഴെ നമ്മൾ ഇവിടെ തേച്ചിട്ടൊന്നുമില്ല. ഇത്രയും ഭാഗം തേക്കാത്ത ഭാഗം അവിടുത്തെ ഒരു മങ്ങൽ ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ പണ്ട് ഇവിടെ തേച്ച് തന്നെയാണ് ഒരു തിളക്കം കാണിക്കുന്നത് അവിടെ. അപ്പോൾ ഒരു വട്ടം തേച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആയിരിക്കുന്നത്. ഒരു ബഫിംഗ് വീൽ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പ് ആക്കുമായിരുന്നു. ചുടന്ന് ഇത്രയൊന്നും ചെയ്തപ്പോൾ നമ്മൾ കൈവേന എടുക്കുക. അങ്ങനെ ആയി വരച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൈവേന വരുന്നുണ്ട്. അപ്പം മറ്റേ മെഷീനായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര സീനില്ല. നമ്മുടെ മെറ്റീരിയലല്ലേ ഈ 5M മെറ്റൽ പോളിഷ് സംഭവം ഉണ്ട്. ഇത് സംഭവം നൈസാണ്. ഇത് കുറേ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്ത് വേറെണ്ണമായിരുന്നു. മെറ്റൽ പോളിഷ് എന്ന് പറഞ്ഞ സാധനമായിരുന്നു ബുക്ക് ചെയ്തത്. ആദ്യമേ അത് ആമസോൺ വഴി ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോ വന്നപ്പോൾ ഇതിനകത്ത് കുറേ റിവ്യൂ പറയുന്നുണ്ട്. ഇത് ആമസോണിലൊന്നും നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. ഇത് പിന്നെ അവരുടെ സൈറ്റിൽ ഇങ്ങനെ
അവരുടെ സൈറ്റിൽ നിന്ന് നേരത്തെ മുമ്പ് വണ്ടിയുടെ കുറേ ബൈക്കിൻ്റെ കുറേ ആക്സസറീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഓരോരോ യൂസുള്ള കുറേ വാങ്ങിച്ച റിസൾട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞ് ചെറുത് വാങ്ങിച്ചാണ് 70 രൂപ അതിന് വില. അപ്പോൾ ഇത് വന്ന് നമ്മൾ ജസ്റ്റ് തേച്ച് നോക്കിയപ്പോഴത്തേക്കും സാധനം നല്ല വ്യത്യാസമുണ്ട് സാധനം. അപ്പോൾ എഞ്ചിൻ തണുത്താൽ നമുക്ക് എഞ്ചിനോട് തേച്ച് നോക്കാമായിരുന്നു. കുറച്ച് ഇത് നമ്മുടെ പോളിഷ് ചെയ്ത സ്ഥലം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ വ്യത്യാസത്തിൻ്റെ. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് 2 വട്ടം പോളിഷ് ചെയ്തോളൂ. നമ്മൾ 2 വട്ടം ഇട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നമ്മൾ പോളിഷ് ചെയ്ത്, ഇവിടെ നമ്മുടെ പഴയത് നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 5 വർഷമായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഷോറൂമിലൊക്കെ തിരക്കിയപ്പോൾ അന്ന് 2500 2020 സമയത്ത് നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ പറഞ്ഞായിരുന്നു 2500 രൂപയാണ്. ഇപ്പോൾ 3000 4000 രൂപയാണ് പല വിലയാണ്. ഇപ്പം ഇതാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ 75 രൂപയുടെ നമ്മൾ കോമ്പൗണ്ട് വാങ്ങിച്ച് നമ്മൾ ജസ്റ്റ് നമ്മൾ കൈയും കൊണ്ട് ഇട്ടുകയാണ്. അല്ലാതെ നമ്മൾ മെഷീനൊന്നും അല്ല. ഇനി നമ്മൾ ബഫിംഗ് വീൽ എന്തെങ്കിലും പറഞ്ഞാൽ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും യൂസ് ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ 2 വട്ടം ചെയ്തപ്പോഴത്തേക്ക് ഇതിന് വ്യത്യാസം മനസ്സിലായി. ഇതിപ്പം പണ്ടത്തതും ഇതിപ്പോൾ നമ്മൾ 2 വട്ടം ബഫ് ചെയ്ത് തന്നെയാണ് വ്യത്യാസം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് യൂസാണ്. കാരണം ഇത് 70 രൂപയ്ക്ക് ലാഭമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ജസ്റ്റ് നിങ്ങൾ വേറെ ടൈം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഒരു കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇതിപ്പം കോട്ടൺ വേസ്റ്റ് ഇല്ലാതെ നമ്മൾ കൈ കൊണ്ടൊക്കെ തേച്ചതേ ഉള്ളൂ. ഇത് കോട്ടൺ വേസ്റ്റ് കൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മെനക്കെടാമെങ്കിൽ സാധനം സെറ്റായിരിക്കും. ഈ ഇടയ്ക്കൊക്കെയാണ് കുറച്ച് പാട്. അത് ഞാനൊരു ബ്രഷ് വെച്ച് നോക്കിയായിരുന്നു. പക്ഷേ അത് പോകുന്നുണ്ട്. ബ്രഷ് വെച്ച് ഒത്തിരി കോമ്പൗണ്ട് ആവശ്യമുണ്ട്. പക്ഷേ ഈ ബ്രഷിൻ്റെ ഇടയ്ക്കൊക്കെ വൃത്തിയാക്കുകയാണെങ്കിൽ സാധനം റെഡിയാവും. ഇപ്പോൾ എന്തായാലും നമ്മളിതിപ്പം സാധനം യൂസ് ഉള്ളതാണ്. ഇവിടെയും ചെയ്ത് നമ്മളുടെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ ചെയ്തായിരുന്നു. ജസ്റ്റ് നമ്മളുടെ ഇവിടെ ഒരു ചെറിയ പോർഷൻ ചെയ്ത് നോക്കിയായിരുന്നു. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് നമ്മൾ ഫോർക്കിൻ്റെ ഇവിടെ കുറച്ച് തോന്നിയ പോർഷൻ നമ്മൾ ചെയ്ത് നോക്കിയതുകൊണ്ട് ചെറിയൊരു തിളക്കം നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് മനസ്സിലാവും. അത് കുറച്ചുണ്ട് ഇത്രയും ഈ ഭാഗം മാത്രം ഒന്ന് തിളങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനം ഇട്ട് തന്നെയാണ് ഈ വ്യത്യാസം. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ 4 സെറ്റും നമ്മൾ ഈ ക്രോം സെറ്റും എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കുന്നുണ്ട് എന്തായാലും.